ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാട്ടെ. എസ്രയുടെ പുസ്തകം 6-ാം അധ്യായം. ദാര്യാവേശ് രാജാവ് കൽപ്പന കൊടുത്ത പ്രകാരം അവർ ബാബേലിൽ ഭണ്ഡാരം സംഗ്രഹിച്ചു വച്ചിരിക്കുന്ന രേഖാശാലയിൽ പരിശോധന കഴിച്ചു. അവർ മേദ്യ സംസ്ഥാനത്തിലെ അഫഖദ്ദാമ രാജധാനിയിൽ ഒരു ചുരുൾ കണ്ടെത്തി. അതിൽ ജ്ഞാപകമായിട്ട് എഴുതിയിരുന്നത് എന്തെന്നാൽ, കോരശ് രാജാവിൻ്റെ 1-ാം ആണ്ടിൽ കോരശ് രാജാവ് കൽപ്പന കൊടുത്തത്, യെരുശലേമിലെ ദേവാലയം യാഗം കഴിക്കുന്ന സ്ഥലമായി പണിയണം. അതിൻ്റെ അടിസ്ഥാനങ്ങൾ ഉറപ്പായിട്ടിടണം. അതിന് 60 മുഴം ഉയരവും 60 മുഴം വീതിയും ഉണ്ടായിരിക്കണം. വലിയ കല്ലുകൊണ്ട് 3 വരിയും പുതിയ ഉത്തരങ്ങൾ കൊണ്ടൊരു വരിയും ഉണ്ടായിരിക്കണം. ചെലവ് രാജാവിൻ്റെ ഭണ്ഡാരഗൃഹത്തിൽ നിന്ന് കൊടുക്കണം. അതുകൂടാതെ നെബൂഖദ്നേസർ യെരുശലേമിലെ ദേവാലയത്തിൽ നിന്നെടുത്ത് ബാബേലിലേക്ക് കൊണ്ടുവന്ന ദേവാലയം വക പൊന്നും വെള്ളിയും കൊണ്ടുള്ള ഉപകരണങ്ങൾ മടക്കി കൊടുക്കുകയും അവ യെരുശലേമിലെ മന്ദിരത്തിൽ അതതിൻ്റെ സ്ഥലത്ത് വരുവാൻ തക്കവണ്ണം ദേവാലയത്തിൽ വയ്ക്കുകയും വേണം. ആകയാൽ നദിക്കക്കരെ ദേശാധിപതിയായ തത്തായിയെ, ശെതർബോസ്നയെ, നിങ്ങളും നദിക്കക്കരെയുള്ള അഫ്രസരായ നിങ്ങളുടെ കൂട്ടക്കാരും അവിടെ നിന്ന് അകന്നു നിൽക്കണം. ഈ ദേവാലയത്തിൻ്റെ പണിക്കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത്. യഹൂദന്മാരുടെ ദേശാധിപതിയും യഹൂദന്മാരുടെ മൂപ്പന്മാരും ഈ ദേവാലയം അതിൻ്റെ സ്ഥാനത്ത് തന്നെ പണിയട്ടെ. ഈ ദേവാലയം പണിയേണ്ടതിന് നിങ്ങൾ യഹൂദന്മാരുടെ മൂപ്പന്മാർക്ക് ചെയ്യേണ്ടതിനെക്കുറിച്ച് ഞാൻ കൽപ്പിക്കുന്നത് എന്തെന്നാൽ, നദിക്ക് അക്കരെ പിരിയുന്ന കരമായ രാജാവിൻ്റെ മുതലിൽ നിന്ന് ആ ആളുകൾക്ക് കാലതാമസം കൂടാതെ കൃത്യമായി ചെലവ് കൊടുക്കേണ്ടതാകുന്നു. അവർ സ്വർഗത്തിലെ ദൈവത്തിന് സർവ്വവിവാസനുള്ള യാഗം അർപ്പിക്കേണ്ടതിനും രാജാവിൻ്റെയും അവൻ്റെ പുത്രന്മാരുടെ ക്ഷേമത്തിനും വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിനും സ്വർഗത്തിലെ ദൈവത്തിന് ഹോമയാഗം കഴിപ്പാൻ അവർക്ക് ആവശ്യമുള്ള കാളക്കിടാങ്ങൾ, ആട്ടുകൊറ്റന്മാർ, കുഞ്ഞാടുകൾ, ഗോതമ്പ്, ഉപ്പ്, വീഞ്ഞ്, എണ്ണ എന്നിവയും യെരുശലേമിലെ പുരോഹിതന്മാർ പറയും പോലെ ദിവസം പ്രതി കുറവ് കൂടാതെ കൊടുക്കേണ്ടതാകുന്നു. ആരെങ്കിലും ഈ കൽപ്പന മാറ്റിയാൽ അവൻ്റെ വീട്ടിൻ്റെ ഒരു ഉത്തരം വലിച്ചെടുത്ത് നാട്ടി അതിന്മേൽ അവനെ തൂക്കിക്കളയുകയും അവൻ്റെ വീട് അത് നിമിത്തം കുന്നാക്കി കളയും വേണമെന്ന് ഞാൻ കൽപ്പന കൊടുക്കുന്നു. ഇത് മാറ്റുവാനും യെരുശലേമിലെ ഈ ദേവാലയം നശിപ്പിപ്പാനും തുനിയുന്ന ഏതു രാജാവിനും ജനത്തിനും തൻ്റെ നാമം അവിടെ വസിക്കുമാറാക്കിയ ദൈവം നിർമൂലനാശം വരുത്തും. ദാര്യാവേശയെ ഞാൻ കൽപ്പന കൊടുക്കുന്നു. ഇത് ജാഗ്രതയോടെ നിവർത്തിക്കേണ്ടതാകുന്നു. അപ്പോൾ നദിക്കിക്കരെയുള്ള ദേശാധിപതിയായ തത്തായിയും ശെതർബോസ്നായും അവരുടെ കൂട്ടക്കാരും ദാര്യാവേശ് രാജാവ് കൽപ്പന അയച്ചതുപോലെ തന്നെ ജാഗ്രതയോടെ ചെയ്തു. യഹൂദന്മാരുടെ മൂപ്പന്മാർ പണിതു. ഹഗ്ഗായി പ്രവാചകനും ഇദ്ദോവിൻ്റെ മകനായ സെഖര്യാവും പ്രവചിച്ചതിനാൽ അവർക്ക് സാധിച്ചു വന്നു. അവർ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരവും കോരശിൻ്റെയും ദാര്യാവേശിൻ്റെയും പാർസി രാജാവായ അർത്തഷ്ടാവിൻ്റെയും കൽപ്പന പ്രകാരവും അത് പണിത് തീർത്തു. ദാര്യാവേശ് രാജാവിൻ്റെ വാഴ്ചയുടെ 6-ാം ആണ്ടിൽ ആദാർ മാസം 3-ാം തീയതി ഈ ആലയം പണിതു തീർത്തു. ഇസ്രായേൽ മക്കളും പുരോഹിതന്മാരും ലേവ്യരും ശേഷം പ്രവാസികളും സന്തോഷത്തോടെ ഈ ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠ കഴിച്ചു. ഈ ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് 100 കാളയെയും 200 ആട്ടുകൊറ്റനെയും 400 കുഞ്ഞാടിനെയും ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനൊത്തവണ്ണവും എല്ലാ ഇസ്രായേലിന് വേണ്ടി പാപയാത്രനായി 12 വെള്ളാട്ടുകൊറ്റനെയും യാഗം കഴിച്ചു. മോശയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവർ യെരുശലേമിലുള്ള ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് പുരോഹിതന്മാരെ കൂറുകൂറായും ലേവ്യരെ തരമായി നിർത്തി. 1-ാം മാസം 14-ാം തീയതി പ്രവാസികൾ പെസഹ ആചരിച്ചു. പുരോഹിതന്മാരും ലേവ്യരും തങ്ങളെ തന്നെ ഒരുപോലെ ശുദ്ധീകരിച്ചിരുന്നു. എല്ലാവരും ശുദ്ധിയുള്ളവരായിരുന്നു. അവർ സകല പ്രവാസികൾക്കും തങ്ങളുടെ സഹോദരമായ പുരോഹിതന്മാർക്കും തങ്ങൾക്കും വേണ്ടി പെസഹ അറുത്തു. അങ്ങനെ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ഇസ്രായേൽ മക്കളും ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ അന്വേഷിക്കേണ്ടതിന് ദേശത്തെ ജാതികളുടെ അശുദ്ധിയെ വെടിഞ്ഞു വന്നവരൊക്കെയും പെസഹ തിന്നു. യഹോവ അവരെ സന്തോഷിപ്പിക്കുകയും ഇസ്രായേലിൻ ദൈവമായ ദൈവത്തിൻ്റെ ആലയത്തെ പണിയിൽ അവരെ സഹായിക്കേണ്ടതിന് അശ്ശൂർ രാജാവിൻ്റെ ഹൃദയത്തെ അവർക്ക് അനുകൂലമാക്കുകയും ചെയ്തതുകൊണ്ട് അവർ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ 7 ദിവസം സന്തോഷത്തോടെ ആചരിച്ചു.